ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലഞ്ചിനായിട്ട് ക്യാരറ്റ് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വയ്ക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവണം. ചീനച്ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഈ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം. തോരനായി ആവശ്യമുള്ള തേങ്ങയും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ക്യാരറ്റ് തോരനായിട്ട് ക്യാരറ്റ് വൃത്തിയാക്കിയിട്ട് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അരിയണതിന് പകരം ക്രഷ് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമെന്ന് നമുക്ക് ജോലി എളുപ്പമാവും. കൂടെ ഒരു സവാള കൂടെ ഇട്ടാൽ മതി. എല്ലാം കൂടെ ഒന്നിച്ച് ക്രഷ് ചെയ്ത് കിട്ടും. ക്യാരറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിയണതിനെക്കാട്ടും എളുപ്പമെന്ന് പെട്ടെന്ന് പണി എളുപ്പമാക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ചൂടാകുമ്പം കുറച്ച് കടുക് ഇടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ കരിവേപ്പില ഇടാം. ഇനി ക്യാരറ്റ് ഇടാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ കുറച്ച് സമയം അടച്ചു വയ്ക്കാൻ വേവാനായിട്ട്. ക്യാരറ്റ് വെന്തോന്ന് നോക്കാം. ക്യാരറ്റ് വെന്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ക്രഷ് ചെയ്തതൂടെ ഇതിലിടാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. ക്യാരറ്റ് തോരൻ എന്തായെന്ന് നോക്കാം. നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല കുക്കായിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എൻ്റെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുണ്ടാക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്യാരറ്റ് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്.